ഒരു കോടതി വാർത്ത തന്നെയാണ്. വീണ്ടും വിഷയമാറ്റമുണ്ട്. ഉമാ തോമസ് MLA സ്റ്റേഡിയത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ കേസിൽ പ്രതികൾക്ക് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നൽകിയതിൽ അതൃപ്തി വ്യക്തമാക്കി ഹൈക്കോടതി. പ്രതികളുടെ ജാമ്യം റദ്ദാക്കാൻ ഹർജി നൽകുമെന്ന് സർക്കാർ പറയുകയും ചെയ്തു. മൃദംഗ വിഷൻ MD നികോഷ് കുമാർ അടക്കമുള്ള 3 പ്രതികൾക്കാണ് ഇന്നലെ കോടതി മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നൽകിയത്. ബിനിലാണ് വിവരങ്ങളുമായി ചെന്നത്. ബിനിൽ, ഹൈക്കോടതി വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ കാണുകയാണ്. എന്താണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു സമീപനം? രതീഷ്, ഇക്കാര്യത്തെ വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഹൈക്കോടതി കഴിഞ്ഞ തവണയും കണ്ടത്. ഹൈക്കോടതി ഈ പ്രതികൾക്ക് ആ ഘട്ടത്തിൽ മജിസ്ട്രേറ്റ് അനുവദിച്ചത് ഇടക്കാല ജാമ്യമാണ്. ആ ഇടക്കാല ജാമ്യം അനുവദിച്ചത് എങ്ങനെയെന്നത് കോടതി അന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. പക്ഷേ ഇന്ന് ആ പ്രതികളുടെ, അതായത് നികോഷ് കുമാറിൻ്റെയും ഭാര്യയുടെയും കൂട്ടുപ്രതിയുടെയും ആ ജാമ്യ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നു. ആ ഹർജി ഇന്ന് പിൻവലിക്കുകയാണ് എന്ന് ആ പ്രതിഭാഗം കോടതി അറിയിച്ചു. കാരണം അവർക്ക് മജിസ്ട്രേറ്റ് കോടതി തന്നെ ജാമ്യം അനുവദിച്ചു വിട്ടു. അതുകൊണ്ട് അവർ ഇത് പിൻവലിക്കുകയാണെന്ന് അറിയിച്ചു. ആ ഘട്ടത്തിലാണ് കോടതി മജിസ്ട്രേറ്റായി ഇത്തരമൊരു കേസിൽ ജാമ്യം അനുവദിച്ചോ എന്ന ചോദ്യം ആ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. കഴിഞ്ഞ തവണ തന്നെ ഇത് വ്യക്തമാക്കിയ പ്രശ്നമാണല്ലോ എന്നുകൂടി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ എടുത്തു പറയുകയും ചെയ്തു. അതായത് മജിസ്ട്രേറ്റ് കോടതി ഈ കേസിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചുള്ള കടുത്ത അതൃപ്തി തന്നെയാണ് കോടതി വ്യക്തമാക്കിയത്. ആ ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ കോടതി അറിയിച്ചത് ഈ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചതിനെതിരെ അവർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന കാര്യം, അതായത് ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകുമെന്ന് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. കാരണം ഇത് ചെറിയൊരു കേസായി നമുക്ക് കാണാൻ കഴിയില്ല എന്ന് കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇതിന് പിന്നിൽ നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളടക്കം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് പോലീസ്. ആ ഒരു ഘട്ടത്തിലാണ് ഈ കേസിലെ പ്രതികൾക്ക് ആദ്യം മജിസ്ട്രേറ്റ് ഇടക്കാല ജാമ്യം നൽകുന്നു. അതായത് അവരെ ജാമ്യമില്ലാ കേസിൽ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയപ്പോൾ മജിസ്ട്രേറ്റ് ഇടക്കാല ജാമ്യം നൽകി പ്രതികളെ വിടുകയാണ് ചെയ്തത്. പിന്നാലെ ഇവരുടെ ഇടക്കാല ജാമ്യം ഇന്നലെ സ്ഥിരം ജാമ്യമാക്കി നൽകുകയും ചെയ്തു. അതായത് ഈ നികോഷ് കുമാർ അടക്കമുള്ള പ്രതികൾ സുഗമമായി പുറത്തിറങ്ങി പോവുകയും ചെയ്തു. അതിലാണ് ഇപ്പോൾ ആ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായി കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്.